فنصف العمر تمحقه الليالي. മോനെ ഇനി എന്തെങ്കിലും കൂടാനുണ്ടായില്ല? സൗണ്ട് കുറച്ചും കൂടെ തൊണ്ടക്കണ പിടിക്കുന്നു. മഹാനായ അലി ഇബ്നു അബി ത്വാലിബ്, അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു, അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയാണ്, ഒരാൾ 60 വയസ്സ് വരെ ജീവിച്ചാൽ, നമുക്ക് എല്ലാവർക്കും അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. ഖൈറുക്കും മൻ ത്വാല ഉംറുഹു വഹസുന അമലുഹു, നിങ്ങളെ കൂട്ടത്തിൽ ഖൈറായ ആള് കൂടുതൽ കാലം ജീവിച്ച് കൂടുതൽ നന്മകൾ വർദ്ധിപ്പിച്ചവരാണ് എന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹ് ഉള്ളാളം തങ്ങളുടെ ദറജ അല്ലാഹു ഏറ്റട്ടെ. നൂറുൽ ഉലമയുടെ ദറജ അല്ലാഹു വർദ്ധിപ്പിക്കട്ടെ. 90-ലേറെ വർഷക്കാലം ജീവിച്ച് 1 നൂറ്റാണ്ടിനേക്കാളേറെ സുഹൃതങ്ങൾ ചെയ്ത മഹാന്മാർ. അല്ലാഹ് ഖൗസുൽ ആലം മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി മഹാനവറുകൾ 90-ലേറെ വർഷക്കാലം ജീവിച്ച മഹാനാണ്. ആരിഫ്യങ്ങൾ, ഔലിയാക്കൾ ധാരാളം അങ്ങനെയുണ്ട്. നബി ഇമാമിനെ പോലെ ചെറുപ്പത്തിലെ മരണപ്പെട്ടവരുമുണ്ട്. ഞാൻ പറഞ്ഞത് അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. ഒരാൾ 60 വയസ്സ് വരെ ജീവിക്കുന്നു എന്ന് സങ്കല്പിക്കുക. 60 വയസ്സ് വരെ ഒരാൾ ജീവിക്കുകയാണ്. അങ്ങനെ ജീവിക്കുകയാണെങ്കിൽ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിസ്ഫുൽ ഉംരി തംഹുഖുൽ ലയാലി, ആയുസിന്റെ പകുതി ഉറങ്ങിയിട്ട് തീർന്നു പോകും. രാത്രിയിൽ 60 കൊല്ലത്തെ 30 കൊല്ലവും രാത്രി അങ്ങ് തീർന്നു പോകും. പിന്നെയോ വസുലുസുൻ നിസ്ഫി വനിസ്ഫുൻ നിസ്ഫി യദ്ഹബു ലൈസ യദ്രി لغفلته يمينا عن شمالي. പകുതിയുടെ പകുതിയായ 15 വർഷം ചെറുപ്പകാലം, പ്രായപൂർത്തിയാകുന്നതിന് മുമ്പുള്ള കാലം, ചെറിയ മക്കളുടെ കാലം, അങ്ങോട്ടിങ്ങോട്ടും വലത്തും ഇടത്തൊക്കെ തിരിഞ്ഞ് സ്കൂളിൽ പോയി മദ്രസയിൽ പോയി അങ്ങോട്ടിങ്ങോട്ടും ബുദ്ധിയില്ലാത്ത ചെറിയ പ്രായം, അതും അങ്ങ് കഴിഞ്ഞുപോയി. വസുലുസുൻ നിസ്ഫി ആമാലും വഹിർസും വശുഗുലും ബിൽ മകാസിബി വൽ ഉയാലി. പകുതിയുടെ 1/3 10 കൊല്ലം ആഗ്രഹത്തിൻ്റെതാണ്. ഭാര്യ കല്യാണം കഴിക്കണം, വീട് നിർമ്മിക്കണം, മക്കളെ കെട്ടിക്കണം, കച്ചവടം തുടങ്ങണം, പച്ച പിടിപ്പിക്കണം, ഒന്ന് ഉഷാറാക്കണം, കൃഷി ഇറക്കണം. അങ്ങനെ പണിയെടുക്കുന്ന, അധ്വാനിക്കുന്ന, സമ്പാദിക്കുന്ന ആകെ കിട്ടുന്നത് 10 കൊല്ലമാണ്. അങ്ങനെ 55 കൊല്ലവും അങ്ങ് കഴിഞ്ഞാൽ വബാഖിൽ ഉംരി അസ്ഖാമും വശൈബുൻ വഹമ്മും ബിർതിഹാലിൻ വൻതിഖാലി. രാത്രിയാകുമ്പോൾ ഉണ്ടായതല്ല, രാവിലെ എഴുന്നേക്കുമുണ്ടായ വേദന, എന്തോ ഒരു വേദന, എന്തോ ഒരു പ്രശ്നം, പിന്നെ എന്തോ ഒരു നരവ്. സുബ്ഹാനല്ലാഹ്, സ്കിന്നതാ കുഴിയിലേക്ക് ഇറങ്ങി, സ്കിന്നെ ചുളിവ് ബാധിച്ച് കണ്ണുകുഴിയിലേക്ക് ഇറങ്ങി, എല്ലുകൾക്ക് ബലക്ഷയം വന്നിട്ട് മടങ്ങിപ്പോവാണ്. ആശുപത്രിയിലെത്തിയപ്പോൾ ഡോക്ടർ പറയാണ്, ഈ രോഗി മരുന്നിനോട് പ്രതികരിക്കുന്നില്ല, ഇനി വീട്ടിൽ തന്നെ കൊണ്ടുപോയി കിടത്തലാണ് നല്ലത്. എത്രയാണെന്നറിയില്ല, എത്ര കാലമാണെന്നറിയില്ല, കഴിയുന്ന മരുന്നുകൾ കൊടുത്തിട്ട് വീട്ടിൽ തന്നെ കിടത്തലാണ് നല്ലത്. ഇനി രോഗി നടക്കുമെന്ന് തോന്നുന്നില്ല. ഇനി ഈ രോഗിക്ക് കല്യാണത്തിന് പോകാൻ കഴിയണമെന്നില്ല. രാവിലെ വീട് കുടിയലിന് പോയിട്ട് നല്ല ഫുഡ് അടിച്ചതാണ്, ഉച്ചക്ക് കല്യാണത്തിന് പോയിട്ട് ഫുഡ് അടിച്ചതാണ്, രാവിലെ 10 മണിക്ക് നിക്കാഹിന്റെ സദസ്സിന്ന് നന്നായിട്ട് ഭക്ഷണം കഴിച്ചതാണ്, രാത്രി സൽക്കാരത്തിന് പോയതാണ്. എത്രയാണ് ഭക്ഷണം കഴിച്ചത്, എത്രയാണ് നന്നായിട്ട് ആഹാരം കഴിച്ചത്. പക്ഷെ ഇപ്പോൾ ഡോക്ടർ പറയുന്നു, ഇനി രക്ഷയില്ല. ശരീരം മുഴുവനും അതാ രോമങ്ങളെല്ലാം നരച്ചുപോയി,
കിടന്ന കിടപ്പിലായി പോകുന്ന അവസ്ഥയിലാണ് ആളുകളുള്ളത്. വഹമ്മും ബിർത്തിഹാലിൻ വന്തിഖാലി, പിന്നെ എന്തോ ഒരു ടെൻഷനാണ്, കൽബിന്റെ ഉള്ളിൽ എന്തോ ഒരു പ്രയാസമാണ്. ഈ നാട്ടിൽ വിദേശികളുണ്ടോ എന്ന് ഞാൻ അറിയില്ല. പ്രവാസത്ത് ഇവിടെ ഗൾഫിലുള്ള ആളുണ്ടോ? ഗൾഫുകാരുണ്ടോ? ഉണ്ടോ? അള്ളാഹു അവർക്ക് ബർക്കത്ത് ചെയ്യട്ടെ. ഓൺലൈനിൽ കേൾക്കുന്നവർക്കെല്ലാം അള്ളാഹു ഖൈർ നൽകട്ടെ. ഗൾഫിൽ നിന്ന് വന്ന ആളോട് നിങ്ങൾ, ഇന്ന് വന്ന ഒരാളോട് നിങ്ങൾ പുഞ്ചിരിക്കൂ, അയാൾക്ക് നല്ല റാഹത്തുണ്ടാവും. ഒരാഴ്ച 2 ആഴ്ച വരെ ഉണ്ടാവും റാഹത്ത്. ഒരു മാസത്തെ ലീവിന് വന്നാണെങ്കിൽ പകുതി സമയം ഒരു നല്ല റാഹത്തുള്ള സമയമായിരിക്കും. രണ്ടാമത്തെ പകുതിയായാൽ 15 ദിവസം കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ ചിരിക്ക് കുറച്ചൊരു ഇൻട്രസ്റ്റ് കുറയും. കാരണം എന്താണെന്നറിയോ? തിരിച്ചുപോക്കിൻ്റെ ആദിയാണ്, തിരിച്ചു പോകുന്ന സങ്കടം. 3-ാമത്തെ ആഴ്ച ആകുമ്പോഴേക്ക് പിന്നെയും ഒരു റാഹത്ത് കേടാണ്. പോകുന്നതിൻ്റെ തലേന്ന് അവനെ കാണണം. സുബ്ഹാനല്ലാഹ്, ഗൾഫിലേക്ക് പോകുന്നതിൻ്റെ തലേത്തെ ദിവസം അവനെ കാണണം. ഭയങ്കര ടെൻഷനാണ്. എന്തേ? നാളെ പോകാനായി ലീവ് കഴിഞ്ഞു. ലീവ് കഴിഞ്ഞിട്ട് തിരിച്ചു പോകുമ്പോഴുണ്ടാകുന്ന ഒരു ശ്രദ്ധക്കുറവുണ്ട്. വെച്ചത് ഓർമ്മ ഉണ്ടാകൂല. അതുകൊണ്ടാ പോകുമ്പോ ഉമ്മ പറയുന്നു, മോനെ പാസ്പോർട്ടിൽ എടുത്തിനോ എന്ന് ചോദിക്കണില്ലേ? വിസയും ടിക്കറ്റിലും റെഡി ഉണ്ടോ എന്ന് ചോദിക്കുന്നില്ലേ? എന്തിനൊരു ശ്രദ്ധക്കുറവ്, ആകെ ഒരു മൂഡ് ഓഫ്, ചിരിച്ചാൽ അങ്ങോട്ടാകുന്നില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? വഹമ്മും ബിർത്തിഹാലിൻ വന്തിഖാലി, ജീവിതത്തിൽ ഗൾഫിലേക്ക് മടങ്ങി പോകുന്നത് ഇനിയും 1 കൊല്ലം കഴിഞ്ഞാൽ ലീവിന് വരാവുന്ന യാത്രയാണ്. 6 മാസം കഴിഞ്ഞ് ലീവ് കിട്ടിയിട്ട് വരാവുന്നതാണ്. എനിക്ക് വേണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്തിട്ട് വരാവുന്നതാണ്. പക്ഷേ ആ യാത്രക്ക് പോകുമ്പോൾ തന്നെ എന്തൊരു ടെൻഷനാണ്, എന്തൊരാദിയാണ്. തിരിച്ചു വരാത്ത യാത്ര പോകാൻ ഒരുങ്ങുന്ന മനുഷ്യൻ വഹമ്മും ബിർത്തിഹാലിൻ വന്തിഖാലി, വാഹനത്തിൽ പോകാനുള്ള യാത്ര, ആ യാത്രക്ക് ഒരുങ്ങാനുള്ള ടെൻഷനാണ്. പിന്നെ കിടന്ന കിടപ്പിൽ എവിടെയുണ്ടല്ലാ ദിക്റിന്റെ ഹൽഖ ഒന്ന് നേർച്ചയാക്കാനാണ്. എവിടെയുണ്ടല്ലാ നല്ല ഇജാബത്തുള്ളയാള് ഒന്ന് ദുആ ചെയ്യിപ്പിക്കാനാണ്. സഹോദരങ്ങളെ, വളരെ പ്രയാസമുള്ള ജീവിതയാത്ര. ആകെ മനുഷ്യന് 60 കൊല്ലം കിട്ടുകയാണെങ്കിൽ, 60 കൊല്ലം കിട്ടുകയാണെങ്കിൽ ആകെ അവന് ജീവിക്കാനുള്ളത് ശരാശരി 10 കൊല്ലമാണ്. ബാക്കിയെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിഞ്ഞും ചാഞ്ഞും നടന്നിട്ട് ഉറങ്ങിയിട്ടൊക്കെ തീരുന്നതാണ്. മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയാണ്, ഇത് പറഞ്ഞിട്ട് മഹാനവറുകൾ പറയാണ്, ഫഹുബ്ബുൽ മർഇ തുലുൽ ഉംരി ജഹ്ലുൻ ഫഖിസ്മതുഹു അലാ ഹാദൽ മിസാലി. കുറെ കൊല്ലം ജീവിക്കണമെന്നതൊരാളെ വിഡിത്തമാണ്, വിവരക്കേടാണ്. എന്തുകൊണ്ട്? എത്ര നിങ്ങൾ ഓഹരി വെച്ചാലും ഇങ്ങനെയല്ലാതെ ഓഹരി വെക്കാൻ പറ്റില്ല. അതിൻ്റെ ഇടയിൽ സമ്പാദിക്കാൻ കഴിയുന്നവർ വിജയിച്ചവരാണ്. അതിൻ്റെ ഇടയിൽ കൊണ്ടുപോകാനുള്ള കെട്ടൊരുക്കിയവർ ഭാഗ്യമുള്ളവരാണ്. അതിൻ്റെ ഉള്ളിൽ നല്ല നല്ല കെട്ടുകൾ ഒരുക്കി വെച്ചവർ സൗഭാഗ്യമുള്ളവരാണ്. അല്ലാഹു നമുക്ക് വലിയ ബറക്കത്ത് നൽകട്ടെ. ഈ യാത്ര തിരിച്ചു പോകുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒന്ന് കൊണ്ടുപോകേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളത് പറഞ്ഞതാണ്. അദ്ദുനിയാ മസ്റഅത്തുൽ ആഖിറ, ആഖിറത്തിലേക്കുള്ള കൃഷിസ്ഥലമാണ് ദുനിയാവെന്ന് പറയുന്നത്. നിങ്ങൾ നോക്ക്, ഗൾഫ് നാട്ടിലേക്ക് പോയാൽ ഗൾഫുകാരുണ്ടെങ്കിൽ വേഗം മനസ്സിലാവും. ബാംഗ്ലൂർ പോയവർക്ക് വേഗം മനസ്സിലാവും. ബോംബെയിൽ ജോലി ചെയ്യുന്നവർക്ക് പെട്ടെന്ന് പിടുത്തം കിട്ടും. അവര് നാട്ടിലേക്ക് വരാൻ ഒരുങ്ങുമ്പോൾ നല്ലൊരു റാഹത്താണ് അവർക്ക്. വിദേശത്ത് നിന്ന് ഗൾഫിലുള്ളവർക്കൊക്കെ ലീവ് അടിച്ച് കിട്ടാന്നുള്ള വലിയ സന്തോഷമാണ്. നമുക്ക് പെരുന്നാൾക്ക് മാസം കണ്ട പോലെയാണ്. ലീവ് അടിച്ച് കിട്ടിയാൽ വലിയൊരു സന്തോഷമാണ്. ചില റൂമുകളിലൊക്കെ ഞാൻ പലപ്പോഴും വിദേശത്ത് ഇങ്ങനെ പോകാറുണ്ട്. അതിനും പോകലുണ്ട്, അല്ലാതെയും പോകാറുണ്ട്. അള്ളാഹു നമ്മുടെ കൂട്ടുകാർക്കൊക്കെ ബർക്കത്ത് ചെയ്യട്ടെ. ചില റൂമുകളിലെത്തിയാൽ കട്ടിൻ്റെ അടിയിലൊക്കെ സാധനം ഉണ്ടാവും. ഇപ്പൊ എന്താ സംഗതി? അവരോരോ സാധനങ്ങൾ നാട്ടിൽ ആവശ്യമുള്ള, കൊണ്ടുപോകാൻ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങി വെച്ചതാണ്. എപ്പോഴാ വാങ്ങിയത്?
അത് ചിലപ്പോൾ ലുലുവിലല്ലോ ഓഫർ ഉണ്ടാവും, വലിയ വലിയ മെഗാ മാളിലൊക്കെ വലിയ ഓഫർ ഉണ്ടാവും. ആ ഓഫർ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ പകുതി വിലയ്ക്ക് സാധനം കിട്ടും. അതൊക്കെ ആവശ്യമുള്ള സമയത്ത് വാങ്ങി വെക്കാണ്. ലീവ് കിട്ടിയാൽ ചിലപ്പം വാങ്ങാൻ സമയം കിട്ടിയില്ലെങ്കിലോ, ചിലപ്പോൾ ആ സമയത്ത് ഓഫർ ഇല്ലെങ്കിലോ, അതുകൊണ്ട് നേരത്തെ ആവശ്യമുള്ളതൊക്കെ വാങ്ങി വെക്കുകയാണ്. അങ്ങനെ വാങ്ങി വെച്ച എത്രയോ സുഹൃത്തുക്കളെ നമ്മൾ കാണാറുണ്ട്. നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ, വീട്ടിലേക്ക് അവരെത്തുമ്പോൾ, നാടുകളിലേക്ക് അവർ തിരിച്ചു വരുമ്പോൾ, സുഹൃത്തുക്കളെ, നമ്മൾ മംഗലാപുരത്ത് എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് അല്ലെങ്കിൽ ബാംഗ്ലൂർ എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് വീട്ടിലേക്ക് തിരിച്ചെത്തുമ്പോൾ വീട്ടിൽ പ്രതീക്ഷയോടെ കാത്തു നിൽക്കുന്ന വാപ്പയും പ്രതീക്ഷയോടെ കാത്തു നിൽക്കുന്ന ഉമ്മയും അതിനേക്കാൾ പ്രതീക്ഷയോടെ കാത്തു നിൽക്കുന്ന മക്കളും നമ്മുടെ ഭാര്യയും എല്ലാവരും നമ്മളിങ്ങനെ നോക്കാണ്. വിദേശത്തുനിന്ന് വരികയാണ്, നല്ലൊരു പെട്ടിയെല്ലാം എടുത്തിട്ടാ വന്നത്, നല്ല ഒരു ബാഗുണ്ട്, നല്ലൊരു പെട്ടിയുണ്ട്. എല്ലാ ഗൾഫിലുള്ള റൂമിലുള്ള ഏറ്റവും വലിയ സന്തോഷം പെട്ടിയെല്ലാം കെട്ടിയിട്ട് അയച്ചു കൊടുക്കുന്നവരാണ്. കൂട്ടുകാരയക്കുമ്പോൾ അതൊരു വലിയ സന്തോഷമാണ്. അങ്ങനെ ഇവിടെ വന്ന് നോക്കുമ്പോൾ നല്ല പെട്ടിയെല്ലാം പ്രവാസ ലോകത്തും ദുബൈയിൽ നിന്ന് വരുന്ന മകന്റെ കയ്യിൽ കാണുമ്പോൾ എന്തൊരു സന്തോഷമാണ്, എന്തൊരു റാഹത്താണ്. ആ പെട്ടിയും കൊണ്ട് വന്ന് നോക്കുമ്പോ ഉമ്മ നല്ല ചായ ഉണ്ടാക്കാണ്. അപ്പൊ പെങ്ങള് നമ്മളെ നാട്ടിൽ എന്താ പറയാ, പൊണ്ടെന്നോ കരിക്ക് എന്ന് പറയും. തേങ്ങന്റെ അനുജൻ മൂപ്പരെ വെട്ടിയിട്ട് റെഡിയാക്കാണ്. വേറെ ഒരാള് ഭാര്യ വേറെന്തോ പണിയെടുക്കാണ്, വന്ന ആളെ സ്വീകരിക്കാനാണ്. എന്തൊരു സ്നേഹമാണ്, എന്തൊരു താല്പര്യമാണ്. എല്ലാ റാഹത്തുള്ള നല്ല ജ്യൂസ് അടിച്ചു കൊടുക്കുന്നു, വെള്ളം കൊടുക്കുന്നു, കുടിച്ചിട്ട് തന്നെ മനുഷ്യണം പിടിച്ചു പോയി. അത്ര സ്വീകരണമാണ് വീട്ടിൽ നിന്ന് കിട്ടുന്നത്. എന്താ കാരണം എന്നറിയോ? ഈ കൊണ്ടെന്നതിൽ എന്താ ഉണ്ടാകുക എന്നുള്ളത് എല്ലാവരും കൽവിന്റെ ഉള്ളിൽ ഉണ്ടാകുക. എനക്കെന്താ കിട്ടിയത്, എനക്കെന്താ ഉണ്ടാകുക? അള്ളാഹു നമുക്കെല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. ഞാനൊന്ന് കൽബ് കയറാൻ വേണ്ടി ഉദാഹരണം പറഞ്ഞതാണ്. നിങ്ങൾ നോക്കൂ, എൻ്റെ എല്ലാം ചെറുപ്പത്തിൽ എൻ്റെ അമ്മാവൻ ഗൾഫിൽ നിന്ന് വന്നാൽ നമ്മൾ ചെറിയ കുട്ടികൾ എല്ലാവരും പോയി നിൽക്കും. നമുക്ക് പിന്നെ വലിയ ചിന്തയൊന്നും ഉണ്ടാവില്ല. നമുക്ക് ആ കിട്ടേണ്ടത് നല്ല സ്കൂളിൽ കൊണ്ടുപോകുമ്പോൾ പിള്ളേരുടെ മുമ്പിൽ ഒന്ന് ഉഷാറാകാൻ വേണ്ടിയിട്ട് നല്ലൊരു പെണ്ണ് കിട്ടിയാൽ കാരണം ഒരു ദുബൈയിൽ നിന്ന് കൊണ്ടുവന്നാന്ന് പറയാലോ. അങ്ങനെ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ കിട്ടണം, പെൻസിൽ കിട്ടണം, പെന്നെങ്കിലും കിട്ടണം മക്കൾക്ക്. ഇതെല്ലാം ഈ പെട്ടി തുറന്നിട്ട് കൊടുക്കുമ്പോൾ ഓരോരുത്തർക്കും ഉപ്പാക്കുള്ള വാച്ചാണ്, ഇത് ഉമ്മാക്കുള്ള ബുർഗയാണ്, ഭാര്യക്കുള്ള ഫർദയാണ്, പെങ്ങൾക്കുള്ള ഡ്രസ്സാണ്, മക്കൾക്കുള്ള നല്ല പാൻറ്റും കുപ്പായവുമാണ്. അതിനേക്കാളും ചെറിയ കുഞ്ഞിന് നല്ല മിന്നുന്ന പതക്കുന്ന ഷൂ ആണ്. ഇതെല്ലാം ഇങ്ങോട്ട് എടുത്തങ്ങ് കൊടുക്കുമ്പോൾ ഓരോരുത്തരുടെയും കൽവിങ്ങനെ പ്രകാശിക്കുകയാണ്. എല്ലാവരും വന്നാക്ക് നല്ല നല്ല സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാണ്. വളരെ റാഹത്തുള്ള ജീവിതമാണ് സുഹൃത്തുക്കളെ. ഈ കൊണ്ടുവന്ന കെട്ടിന്റെ കനമാണ്, നല്ല താല്പര്യമാണ്. നിങ്ങൾ നോക്കൂ, അതേ സമയത്ത് ഒരാള് ഗൾഫ് പോയി, അവിടെ കിടന്നങ്ങ് ഉറങ്ങി. റൂമുകാരന്റെ ചെലവിൽ, നാട്ടുകാരുടെ ചെലവിൽ അങ്ങ് കഴിഞ്ഞു. ചിലയാള് വീട്ടിലേതെങ്കിലും ഒരു കമ്പനിയിൽ പണിക്കാക്കിയാൽ രണ്ടാമത്തെ സതേ റൂമിൽ തന്നെ വന്ന് വെക്കും. എൻ്റെ ഊരക്ക് വേദന, ഡിസ്കിന് കംപ്ലൈന്റ്. ചില ആൾ ഹോട്ടലിൽ പണിക്ക് പോയാൽ പറയും അവിടെ ഫുള്ള് പുകയാന്ന് പറയും. നിങ്ങൾക്ക് ഭാഷ മനസ്സിലാകുന്നില്ലേ? പോകാന്ന് പറഞ്ഞു, ഹോട്ടലിൽ പുകയുണ്ടാവില്ലേ? ചിലക്ക് പണിയെടുക്കാൻ മടിയന്മാരാ, ഓരോ അവിടെ നിൽക്കൂല, പിന്നെ ഒരു ഇങ്ങോട്ടന്നെ ഓടി വരും. സൂപ്പർ മാർക്കറ്റിൽ പണിക്കാക്കും. സൂപ്പർ മാർക്കറ്റ് ഭയങ്കര പണിയാന്ന് പറയും. പിന്നെ എന്തിനാ അങ്ങോട്ട് പോയത്? പണിയെടുക്കാന്നല്ലേ പോയത്. പണിയെടുക്കൂല. എന്നാൽ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടില്ല. പിന്നെന്താ ചെയ്യാ? പിന്നെ അവിടെ ഷേഖ് മുഹമ്മദിന്റെ പിയാക്കോ ഇവനെ അതാക്കൂല. കിട്ടണ പണിയെടുക്കൂല. എന്തെങ്കിലും ഇടങ്ങേറുണ്ടാക്കിയിട്ട് തിരിച്ചിങ്ങോട്ടെന്നാ വരും. സംരക്ഷിക്കാൻ ഒരാളുണ്ടെങ്കിൽ ഓന്റെ പണി കഴിഞ്ഞു. അങ്ങനെ പ്രയാസപ്പെടുന്നു ചില ആളുകൾ. അള്ളാഹു നമുക്കെല്ലാം നല്ല ബുദ്ധി നൽകട്ടെ. പ്രവാസ ലോകത്തുള്ളവർക്കെല്ലാം അള്ളാഹു തആല ഖൈറും ബറക്കത്തും നല്ല ആഫിയത്തും റാഹത്തും നല്ല ലായക്കായ ജോലിയും നീ നൽകണേ അല്ലാ. നിങ്ങൾ നോക്കുക, അങ്ങനെ പണിയെടുക്കാതെ അധ്വാനിക്കാതെ അവിടെ കിടന്നുറങ്ങിയിട്ട് ആരോ ടിക്കറ്റിൽ എടുത്തു കൊടുത്താണ് നാട്ടിലേക്ക് കയറ്റി വിടുകയാണ്. നാട്ടിലെത്തി നോക്കുമ്പോ അങ്ങോട്ട് കൊണ്ടുപോയ ഡ്രസ്സല്ലാതെ വേറൊന്നും സാധനം കാര്യമായിട്ടൊന്നുമില്ല. ഇവിടെ വന്ന് നോക്കുമ്പോൾ പെട്ടിയൊന്നും കാണാത്തപ്പോ ഉപ്പാക്ക് റാഹത്ത് കേട്, ഭാര്യക്ക് എന്തോ ഒരു മൈൻഡില്ല, പെങ്ങക്ക് എങ്ങനെയും ചായ വെച്ചിട്ട് അങ്ങോട്ട് ആകുന്നില്ല.
മക്കൾ എന്നെ ഒരു അന്യഗ്രഹ ജീവിയെ പോലെയാണ് മക്കൾ നോക്കുന്നത്. എഴുന്നോ വന്ന പോലെ നോക്കാണ്. മംഗലാപുരത്ത് പോയി വന്ന ആളെ പോലെ കൊട്ടയും തൂക്കിയിട്ടാ വന്നത്, ഒരു സഞ്ചിയും തൂക്കിയിട്ടാ ദുബൈയിൽ നിന്ന് വരുന്നത്. ഈ വീട്ടുകാർക്ക് ഇവനെ സൽക്കരിക്കാൻ കഴിയില്ല. ഒരൽപ്പെങ്കിലും കൂടുതൽ സ്നേഹം കാണിക്കുന്ന ഉമ്മയും ബാപ്പയുമാണ്. ഉമ്മയും ബാപ്പയും ഇവനോട് ചോദിക്കുന്ന, മോനെ നീ എവിടുന്ന ദുബൈയിൽ നിന്നല്ലേ നീ വരുന്നത്? ഇവിടെ മക്കളില്ലേ, 4 മിഠായെങ്കിലും നിനക്ക് വാങ്ങിക്കൂടെ എന്നാണ് ചോദിക്കുന്നത്. സുഹൃത്തുക്കളെ, ആ വീട്ടിൽ അവന് സമാധാനം കിട്ടൂല, ആ വീട്ടിൽ അവന് കിടന്നുറങ്ങിയ ഉറക്ക് കിട്ടൂല. അവിടെ പുറച്ചേസിന്റെ തണുപ്പിൽ ഉറങ്ങിയവനിവിടെ ഉറക്കുണ്ടാകൂല. പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു വാചകമുണ്ട്, ഫഅമ്മാമൻ ഫഖുലത് മവാസീനു ഫഹുവ ഫീ ഈശത്തിർ റാളിയ വഅമ്മാമൻ ഖഫത് മവാസീനു ഫഉമ്മുഹു ഹാവിയ വമാ അദ്റാക മാ ഹിയ നാറുൻ ഹാമിയ. പരിശുദ്ധ ഖുർആൻ എത്ര ഘനത്തിലാണ് പറയുന്നത്. ഫഅമ്മാമൻ ഫഖുലത് മവാസീനു, ദുനിയാവിൽ നിന്ന് ആഖിറത്തിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോയ ഇബാദത്തിന്റെ ഘനം ഒരൽപ്പം കൂടിയാൽ, തിരിച്ചു പോകുമ്പോൾ കൊണ്ടുപോകുന്ന കെട്ടിന് ഘനം കൂടിയാൽ, ഫഹുവ ഫീ ഈശത്തിർ റാളിയ, നല്ല സുഖമുള്ള ജീവിതമാണ്, റാഹത്തുള്ള ജീവിതമാണ്. ഉമ്മക്കും ബാപ്പക്കും മക്കൾക്കെല്ലാം സന്തോഷമാണെന്ന് പറഞ്ഞില്ലേ? ആകെ കൂടി വീട്ടിൽ സൗകര്യവും സന്തോഷവും ഉള്ളതുപോലെ ആഖിറത്തിന്റെ ജീവിതമോ അവൻ നല്ല റാഹത്തുള്ള സ്വർഗത്തിലാണ്. പുറത്തുള്ള മണ്ണും ചരല് മിസ്കും ജൗഹറ, പിന്നെന്തു പറയാനാ ഹബീബേ ഉള്ളറാ. ഇവിടൊക്കെ നല്ല വീടുണ്ടാവും. അള്ളാഹു വീട്ടിലൊക്കെ ബർക്കത്ത് ചെയ്യട്ടെ. വീട്ടിൻ്റെയൊക്കെ മുറ്റത്ത് ഏറ്റവും നല്ല പൈസക്കാരൻ്റെ പേരിൽ ഇങ്ങനെ ഇന്റർലോക്ക് ചെയ്തിട്ടുണ്ടാവും. അതല്ലാതെ സ്വർണമോ വെള്ളിയോ ഏതെങ്കിലും വീട്ടിൻ്റെ മുറ്റത്തോ ഗേറ്റിനോ പതിപ്പിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അങ്ങനെ കുറക്കല്ലേ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്നാൽ